നല്ല മഴയുള്ളൊരു ദിവസമാണ് മുട്ടായിത്തെരുവിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഒരു ബുക്ക് സ്റ്റോൾ തപ്പിയുള്ള നടത്തമാണ് കേട്ടോ. ജേണലൊക്കെ എഴുതി ശീലായി. ഇനിയിപ്പോൾ കുറച്ച് പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്കെച്ച് ബുക്ക്, കുറച്ച് മാർക്കേഴ്സ്, ഗ്ലേസിംഗ് ഉള്ള പെന്ന് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് കിടക്കുമ്പോൾ ഉണ്ട് ദേ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞ് ഈ ബോർഡ് വെച്ചിട്ട് ചേട്ടൻ എന്നെ മാടി മാടി വിളിക്കുന്നു. സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ആരാണെങ്കിൽ ആ വഴിയൊന്ന് നടന്നിട്ട് എന്തായി നടക്കുന്നതെന്ന് നോക്കിപ്പോവും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. എന്നാ പിന്നെ ഈ സൈസ് എടുക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്കും ആ ചേട്ടൻ എന്നെ വിളിച്ച് ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് ഈ ബിരിയാണി കഴിക്കാൻ പറ്റിയത്. എൻ്റെ അമ്മയെ കോഴിക്കോട് മാത്രം എങ്ങനെ ഇത്രയും നല്ല ഫുഡ് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. തോറ്റ ടീമിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ അവർ ചുമരിലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഈ ഹാഫ് ബിരിയാണിക്ക് എനിക്ക് ആകെ ചിലവായത് 100 രൂപയാണ്. തേടിയ വെള്ളി കാല് ചുറ്റി എന്ന് പറയുന്ന പോലെ കുറേ കാലമായിട്ട് പൈപ്പ് ലൈനേഴ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് പൂക്കളും ബൊക്കേറ്റും ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. കറക്റ്റ് എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പടം വരയ്ക്കാൻ 2 ബുക്ക് വാങ്ങാൻ വന്ന ഞാൻ വയറ് നിറയെ ബിരിയാണിയും കഴിച്ച് കുറേ സാധനങ്ങളും കൂടി വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ വഴിയാണ് ഞാൻ വന്നത്, അങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്. ആ അറ്റം വരെ നടന്നാൽ ഇനിയും ഭയങ്കര ചിലവായിരിക്കും. അതുകൊണ്ട് ഞാൻ വന്ന വഴിയെ തന്നെ തൽക്കാലം തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു.